ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒനിയൻ റോസ്റ്റും വെള്ളാപ്പവും തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 4 സവാള കട്ട് ചെയ്തത് അതിലേക്ക് ഇടുക. പാത്രത്തിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് മാളിക്കിട്ടാൻ നമുക്ക് ഉപ്പ് ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 തക്കാളി കട്ട് ചെയ്തതും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എല്ലാവരും ഒന്നിങ്ങനെ ഉള്ളി റോസ്റ്റ് തയ്യാറാക്കി നോക്കണേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി മാളുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം. ഗരം മസാലയും ചേർത്ത് മല്ലിയിലയും ചേർത്ത് ഉള്ളി റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ചായ കുടിക്കട്ടെ. ഇനി നമുക്ക് അച്ചാറിടാം. ഞാനിത് ഓർഡർ പ്രകാരം ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാ കടയിലേക്കും കൊടുക്കുന്നുണ്ട്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ബീട്രൂട്ടും ഈത്തപ്പഴമാണ് ഞാൻ അച്ചാറിടുന്നത്. നല്ലെണ്ണയിലേക്ക് ഉലുവയും കടുകും ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അച്ചാറിലേക്ക് മുളക് പൊടി ഇടാം. ഞാൻ അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല. ഇനി എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരണം. ഇനി ബീട്രൂട്ട് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഒന്നര സ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർക്കുക. കായപ്പൊടിയും ചേർത്ത് ഒരു 250 ഗ്രാമോളം ഈത്തപ്പഴം ചേർത്ത് അച്ചാർ റെഡിയാക്കാം. വളരെ ടേസ്റ്റിയായ അച്ചാറും വെള്ളാപ്പവും ഒനിയൻ റോസ്റ്റും റെഡി.